ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പരാമർശത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനമുയർന്നു. ഒരു ഭാരതീയനും ഇത്തരം പരാമർശം നടത്താനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടു എന്ന കോൺഗ്രസ് ആരോപണങ്ങളെ ശശി തരൂർ തള്ളിയതും ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഇടം പിടിച്ചു. മലേഗാവ് സ്ഫോടനം അന്വേഷിച്ച ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി ഉപദ്രവിച്ചെന്ന സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ 30 പേജുകളിലാക്കി NIA പ്രത്യേക കോടതിക്ക് കൈമാറിയെന്ന വാർത്തയും രാജ്യതലസ്ഥാനത്ത് നിന്ന് ഉണ്ട്. നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, പ്രജ്ഞാ ഠാക്കൂറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വെളിപ്പെടുത്തൽ അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. 2020 ഗൽവാനിൽ നടന്ന ഇന്ത്യ ചൈന തർക്കവും അത് പിന്നീട് സംഘർഷവുമത്തിലേക്ക് കലാശിച്ചിരുന്നു. അതിനിടയിൽ ചൈന ഭാരതത്തിന്റെ 2000 കിലോമീറ്റർ വരുന്ന ഭൂമി പിടിച്ചെടുത്തു എന്നുള്ളത് ആയിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ പരാമർശം. അതിനെതിരെ അപകീർത്തി കേസ് നിലനിന്നിരുന്നു. ഈ അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ സമീപിച്ചത്. എന്നാൽ കോടതിയുടെ ഭാഗത്തുനിന്നും അതിരൂക്ഷ വിമർശനമാണ് രാഹുലിനെതിരെ ഉണ്ടായത്. രാഹുൽ ഈ സംഭവ സമയത്ത് അവിടെ പോയിരുന്നോ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. പ്രത്യേകിച്ച് ഒരു ഭാരതീയനും പറയാൻ കഴിയാത്ത കാര്യമാണ് ഈ രാഹുൽ പറഞ്ഞത് എന്നുള്ള രീതിയിൽ അത്തരമൊരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഏതായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇത്തരം അനാവശ്യ പ്രസ്താവനകൾ അല്ലെങ്കിൽ അനാരോഗ്യകരമായ പ്രസ്താവനകൾ രാഹുലിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടായതായിരുന്നു. മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോയി പോലും ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിലപാടായിരുന്നു രാഹുൽ. ഏതായാലും രാഹുലിന്റെ ആ നിലപാടുകൾക്കേറ്റ ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനത്ത് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയ ആരോപണമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആയുധം താഴെ വെക്കാൻ ഭാരതത്തോട് ആവശ്യപ്പെട്ടത് അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും കോൺഗ്രസിന്റെ ഒരു ആക്ഷേപം. കോൺഗ്രസ് ഈ ആക്ഷേപം സഭയ്ക്കുള്ളിൽ പോലും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ കോൺഗ്രസിന്റെ പ്രമുഖനായ മുതിർന്ന നേതാവ് ശശി തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയത് അത്തരമൊരു സംഭവമില്ല, ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശശി തരൂർ എഴുതിയ ഒരു ലേഖനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി കോൺഗ്രസ് കൃത്യമായി പ്രതിസന്ധിയിലായി എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് സഭയ്ക്കകത്തു പോലും വലിയ രീതിയിലുള്ള പരാമർശം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുവാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എന്നുള്ള വാർത്തകളായിരുന്നു, അല്ലെങ്കിൽ അതായിരുന്നു പ്രധാനമായും കോൺഗ്രസ് സഭയ്ക്കുള്ളിലും പുറത്തും ഉയർത്തിയിരുന്നത്. സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ശശി തരൂർ തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുമുള്ള സമ്മർദ്ദമല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു സമ്മർദ്ദമാണ് ഈ ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ കാരണമെന്നുള്ളതാണ് ശശി തരൂർ തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നുണ്ടായത് ഈ മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. മലേഗാവ് സ്ഫോടനത്തിൽ സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ 30 പേജുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ NIA കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ഈ 30 പേജുള്ള പരാതിയിൽ 24 ദിവസം കസ്റ്റഡിയിൽ താൻ അനുഭവിച്ച പീഡനങ്ങളായിരുന്നു ഈ സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കിയിരുന്നത്. മുതിർന്ന BJPയുടെയും RSSന്റെയും മുതിർന്ന നേതാക്കളുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടു. നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും പേര് പറയാൻ ആവശ്യപ്പെട്ടു. RSSന്റെ സർസംഘചാലകന്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടു. ഇതിന് വഴങ്ങാതായതോടുകൂടി ശാരീരിക പീഡനങ്ങൾ കൂടി തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായും സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. പരംബീർ സിംഗ് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു പീഡനം. ഈ മഹാരാഷ്ട്രയിലെ ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ തന്നെ വലിയ രീതിയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായും സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ NIA കോടതിയിൽ എഴുതി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ഇന്ന് രാജ്യ തലസ്ഥാനത്ത് വാർത്താ പ്രാധാന്യം നേടി എന്നുള്ളതാണ്. നാളെ വലിയ കാര്യമായ വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പൈൻസ് പ്രസിഡന്റ് ഭാരതത്തിലുണ്ട്. ഒപ്പം തന്നെ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കാനിരിക്കുന്നു. അങ്ങനെ നാളെയും വളരെ സുപ്രധാനമായ ഒരു വാർത്താ ദിനമാണ് കടന്നു വരുന്നത്.